സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് കേട്ടോ. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അതിന് മുൻപും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. ദി കേരള സ്റ്റോറി 2. അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ ഒരു കൂട്ടം സംഘിക്കുട്ടന്മാരുടെ മക്കളെല്ലാം കൂടി ചേർന്നുകൊണ്ട് നിർമ്മിക്കുന്നു. എന്നിട്ട് അത് പലയിടങ്ങളിലും ആ ചിത്രം പ്രദർശിപ്പിക്കാനായിട്ട് അതിൻ്റെ ടീസർ അവർ പങ്കുവെക്കുന്നു, പലയിടങ്ങളിലും പ്രദർശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പല പോസ്റ്റുകളും കാണുന്നു. ഈ ഒരു സംഭവത്തിൽ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ കേരളത്തിൽ ഇല്ലാത്ത ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു വരുത്താനായിട്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു മുഖച്ഛായ ഇല്ലാതാക്കുന്ന, പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങളെ വൃത്തികെട്ട രീതിയിൽ പരാമർശിക്കുന്ന ഒരു ചിത്രവുമായിട്ടാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരും ഈ ഒരു സിനിമയുമായിട്ട് പലരും വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ആ സിനിമയ്ക്കെതിരെ ഒരാളൊരു പരാതിയുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് എറണാകുളം സ്വദേശിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൾ ആ സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജിക്ക് പോയി. അങ്ങനെ ഹൈക്കോടതി ആ ഒരു ഹർജി ഇന്ന് പരിഗണിക്കുകയുണ്ടായി. ആ ഹൈക്കോടതി അത് പരിഗണിച്ചിട്ട് അതിന് ആ ഒരു വിദ്വേഷത്തിന് സ്റ്റേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ടീസർ മതസൗഹാർദ്ദം തകർക്കുന്നത്, ക്രമസമാധാനത്തെയും ധാർമ്മികതയെയും മാന്യതയെയും ബാധിക്കും. സാമൂഹിക സൗഹാർദ്ദത്തെ ബാധിക്കുന്ന സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ല. വർഗീയവും വംശീയവുമായ ഉള്ളടക്കം പാടില്ലെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടം. അല്ലെങ്കിൽ വർഗീയവും വംശീയവുമായ ഉള്ളടക്കം പാടില്ലെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. വിവാദ സിനിമ കേരള സ്റ്റോറി 2-ൻ്റെ റിലീസ് 15 ദിവസത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റിൽ അവർ പങ്കുവച്ചിരിക്കുന്നത്. 15 ദിവസത്തേക്ക് അതിന് സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ്, സുജിത് ഭക്തൻ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ, അദ്ദേഹം ഫിജിയിൽ പോയ സമയത്ത് കണ്ടൊരു കാഴ്ച മാധ്യമങ്ങൾ അതെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തെ ഗ്ലോബൽ ലെവലിൽ നാറ്റിക്കാൻ വേണ്ടി ഒരു സിനിമ. ഫിജിയുടെ തലസ്ഥാനമായ സുവ എന്ന സ്ഥലത്തെ തിയേറ്ററിൻ്റെ മുന്നിൽ നിന്നും വ്ളോഗർ സുജിത് ഭക്തൻ പങ്കുവച്ച വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ആ ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ആ സിനിമ ഉടനെ പ്രദർശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിന് സുജിത് ഭക്തൻ ചോദിക്കുന്നുണ്ട്, ആ സിനിമ അല്ലെങ്കിൽ കേരളത്തിനെ പറ്റി ഇങ്ങനെ കുറ്റം പറയാനായിട്ട് അവൻ്റെ തന്തയുടെ വകയാണോ കേരളം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ എന്തായാലും വീഡിയോ നിങ്ങളത് കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ വൻ കേരള സ്റ്റോറി വിവാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാനിപ്പോൾ എവിടെ അറിയാം, ഞാൻ ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഫിജിയിൽ എൻ്റെ പുറകെ കാണുന്ന ബോർഡ് കണ്ടോ? ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫിജി എന്ന് പറഞ്ഞ രാജ്യം ഓസ്ട്രേലിയയുടെ മേളിൽ കിടക്കുന്ന ഒരു പസഫിക് രാജ്യമാണ് ഫിജി. ആ ഫിജിയിൽ അവരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള സുവ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പൊ ഇവിടെ കാണുന്നത് ഒരു 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 തിയേറ്റർ ആണ് ഈ കാണുന്നത്. അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു തിയേറ്റർ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഇവിടെ കണ്ട ഒരു പോസ്റ്ററാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് കേരള സ്റ്റോറി 2 നാളെ മുതൽ, അതായത് ഫെബ്രുവരി 27 മുതൽ ഇവിടെ പ്രദർശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുക അവന്മാര്. എന്നാ വേണ്ട അവന്മാർക്ക് ഈ പടം? ശരിക്കും പറഞ്ഞാല് സത്യം പറഞ്ഞ ദേശീയ അമർഷം വരുന്നുണ്ട്. ഇവന്റെ ഈ ഡയറക്ടറുടെ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും അപ്പന്റെ വകയാണോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പേര് കൊടുക്കാൻ? ഭയങ്കര മോശമാണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടില്ലേ? സുജിത് ഭക്തൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് അവൻ്റെ തന്തയുടെ പേരാണ്, അല്ലെ അവൻ്റെ തന്തയുടെ വകയാണോ ഇങ്ങനെ കേരളത്തിനെ അപകീർത്തികരമായിട്ട് പരാമർശിക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്, അല്ലെങ്കിൽ അവൻ്റെ തന്തയുടെ വകയാണോ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് സുജിത് ഭക്തൻ ചോദിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണല്ലേ. അതായത് ഇവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള മതസൗഹാർദ്ദം ഇല്ലാതാക്കുക, മതേതരത്വമുള്ള ഒരു നമ്മുടെ നാടിനെ അത് കുട്ടിച്ചോറാക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെയൊക്കെ സ്വാതന്ത്ര്യം. അതാണ് ഇവന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം. കല ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കറിയാം. നല്ല രീതിയിൽ ഉപയോഗിക്കാം, നല്ലതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നല്ല മെസ്സേജുകൾ പങ്കുവെക്കാൻ ഉപയോഗിക്കാം, നമ്മുടെ നാട്ടിലെ അടിച്ചമർത്തലുകൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്നാൽ ഇവരിവിടെ ചെയ്യുന്നത് എന്താണ്? ബീഫ് കഴിക്കാൻ വിസമ്മതിക്കുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടിയുടെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റി വെക്കുന്ന മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർ തമ്മിലുള്ള ഒരു സംഘർഷം അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു സംഭവത്തെ പറ്റിയാണ് ഈ സിനിമ പറയുന്നത്. ആദ്യം ഇറങ്ങിയ സിനിമ അത് ലവ് ജിഹാദിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, രണ്ടാമത്തെ സിനിമ ബീഫിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന തല്ലിനെ പറ്റിയും, പിന്നെ അതേപോലെ തന്നെ ഈ ഹിന്ദു മതത്തിൽപ്പെട്ട കുട്ടികളെ, അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമല്ല ഹിന്ദു മതസ്ഥരെ മറ്റ് മതങ്ങളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന, അല്ലെ മറ്റ് മതങ്ങളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ പറ്റിയും ഒക്കെയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നതാണ് ഇവർ പറയുന്നത്. എന്ത് ലോജിക്കില്ലാത്ത കാര്യമാണല്ലേ. അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിൽ ഇങ്ങനെയാണ്, കേരളത്തിൽ ഇങ്ങനെയാണ്, കേരള സ്റ്റോറി എന്ന പേര് കൊടുത്തുകൊണ്ട് കേരളത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ കേരളത്തിൽ എന്താണ് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം.
ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എല്ലാ ആളുകളും തമ്മിൽ ഒരു പാത്രത്തിലുണ്ട്, ഒരേ പായയിൽ കിടന്നുറങ്ങുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ന്യൂ ജനറേഷൻസ് എല്ലാം നല്ല രീതിയിൽ മതസൗഹാർദ്ദത്തോടു കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് വന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ കേരളത്തിൽ എവിടെ നടന്ന സംഭവമാണെന്ന് ഈ പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരോട് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ബബ്ബബ അടിക്കുന്ന ഒരു ടീംസിനെ നമ്മളവിടെ കണ്ടായിരുന്നു അല്ലേ. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചു തരാം. കണ്ടില്ലേ, അതായത് ഈ സിനിമയിൽ കേരള സ്റ്റോറി എന്ന് പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇങ്ങനെയുള്ള ഇരകളെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ മറുപടി ഇല്ലാതെ അതിൻ്റെ ഡയറക്ടറും അണിയറ പ്രവർത്തകരും നിൽക്കുന്നുണ്ട്. 10 തന്തയ്ക്ക് മുന്നേ ഉണ്ടായ ഡയറക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ്റെ കമൻ്റ് ഉണ്ട് കേട്ടോ. അത് തന്നെയാണ് ശരിക്കും പറയേണ്ടത്. ഇത് ആർക്കൊക്കെ ഉണ്ടായതാണെന്ന് പോലും അറിയില്ല. ഇവന്മാർ എന്തിനോ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയിട്ട്, കേരളത്തിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ പരിപാടി. നമുക്കറിയാം, മഹാകുംഭമേള നടന്നത് മലപ്പുറത്താണ്. മലപ്പുറത്ത് ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിങ്ങളും മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ്, ഹിന്ദുക്കളുമുണ്ട്. അതിനിടയിൽ അവിടെ നല്ല രീതിയിൽ കുംഭമേള നടന്നതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് കണ്ടിട്ടും സഹിക്കാൻ വയ്യാതെ വന്ന BJP അല്ലെ സംഘപരിവാർ ടീംസിൻ്റെ ആ ഒരു കടന്നുകയറ്റത്തോടു കൂടി അല്ല അവരുടെ ഇടപെടലോടു കൂടിയാണോ ഈ സിനിമ വന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കണം മിക്കവാറും വന്നിട്ടുണ്ടാവുക. ഇത് നരേന്ദ്രമോദി ടീംസിൻ്റെ സിനിമയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിന് ശേഷം ആ ഒരു പരാതി കൊടുത്ത ആ ഒരു പരാതിക്കാരൻ എന്താണ് പറയാനുള്ളതെന്നൂടെ ഞാൻ നിങ്ങളൊന്ന് വീഡിയോ കാണിച്ചു തരാം. പേര് വെച്ച് കേരളത്തിൽ ഇല്ലാത്ത കഥ, കേരളത്തിൽ നടക്കാത്ത കഥ, കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത കഥ വെച്ചുകൊണ്ട് കേരളത്തിന്റെ പേര് വെച്ച് ഇതേപോലെ ഒരു പടം വന്നു കഴിയുമ്പോൾ, ഫസ്റ്റ് പടം വന്നപ്പോൾ തന്നെ നമുക്ക് കുറെ ചീത്ത പേര് നമ്മളെല്ലാ മലയാളികൾക്കും ഉണ്ടായിട്ടുണ്ട്, ലോകമില്ലാത്തുള്ള. രണ്ടാമത്തെ വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഡാമേജ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ അതെല്ലാം ബാധിക്കുന്നത് നമ്മളെ പോലെയുള്ള കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികളെ തന്നെയാണ്. അല്ല, കറക്റ്റായിട്ട് പോളറൈസേഷൻ നടക്കാത്ത കൊണ്ടാണ് നമ്മൾ ജയിക്കാത്തത് എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു BJP-ക്ക്. സുരേന്ദ്രനാണ് ആയിരിക്കുമല്ലോ, ഞാൻ അങ്ങനെ കണ്ടിരുന്നു അവിടെ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പോളറൈസേഷന് വേണ്ടി ഇതേപോലത്തെ കഥകളൊക്കെ വന്നു കഴിയുമ്പോൾ അതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്ത് ചെയ്യാനായിട്ട് നല്ലത്. ഈ നിർബന്ധിച്ച് കഴിക്കുക, പ്രത്യേകിച്ച് ബീഫ് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ട് അത് അറിയാമായിരുന്നെങ്കിൽ വേണമെങ്കിൽ നമ്മൾ പോയി നോക്കായിരുന്നു. നമുക്കറിയാൻ പാടില്ല. അപ്പോ ഇതൊക്കെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത സാധനങ്ങളാണ്. കണ്ടില്ലേ, ഇയാളാണ് ആ പരാതി കൊടുത്ത ആള്. അതായത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യം കേരളത്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ ഇറക്കുകയും അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് സംഖ്യകളിൽ പല ആളുകളും പറഞ്ഞു വരുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എന്ത് റിലവൻസ് ആണ് ഇതിലുള്ളതെന്നും ഇതെന്തിനു വേണ്ടി ഇറക്കിയിരിക്കുന്ന സിനിമയാണെന്നുമുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് പരാതിക്കാരൻ പറയുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണല്ലേ. അതായത് ഈ നാട്ടിൽ വേടം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവന്മാർ നാട്ടിൽ നമ്മളെല്ലാവരും മര്യാദയ്ക്ക് ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഭക്ഷണ സ്വാതന്ത്ര്യമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യാമെന്നും എങ്ങനെയൊക്കെ ജനങ്ങൾക്കിടയിലുള്ള ഒരു സൗഹാർദ്ദം അല്ലെ ജനങ്ങൾക്കിടയിലുള്ള ഒരു കൂട്ടുകെട്ട് അത് ഇല്ലാതാക്കാമെന്നുമുള്ളതിൻ്റെ ഒരു വലിയ കാഴ്ച തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇത് കേവലം ബീഫ് കഴിപ്പിച്ചതിൻ്റെ പേരിലല്ല, ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള അടി ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ബീഫൊന്നും അവിടുത്തെ ഒരു വലിയ കാര്യമൊന്നുമല്ല. അത് ജസ്റ്റ് ബീഫ് എന്നുള്ള സാധനം കൊടുത്തിരിക്കുന്നതാണ്. ബീഫ് നിർബന്ധിച്ച് കഴിപ്പിച്ചു എന്നുള്ളൊരു ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന വർഗീയതയാണ്, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള വലിയ അടിച്ചമർത്തലുകളാണ്. ഈ അടിച്ചമർത്തലുകൾ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കില്ല എന്നും ആ ജനങ്ങൾ ഏത് രീതിയിലാണ് അതിനെ റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെ ഉള്ളത് നമുക്കിനി കണ്ടറിയാം. എന്തായാലും ഹൈക്കോടതി ഇടപെടൽ വന്നിട്ടുണ്ട്. ഹൈക്കോടതി വേണ്ട രീതിയിൽ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കും, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. സംഘികളുടെ ഒരു മെഴുകൽ ഈ ഒരു കാര്യത്തിലും കാണുന്നുണ്ട്. സംഘികളുടെ ചേതോവികാരം എന്താണെന്നുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ പങ്കുവെച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.